ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതൊരു സർപ്രൈസ് വീഡിയോ കേട്ടോ. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേക്കയുടെ ബർത്ത്ഡേ ആണ്, അതായത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മളിന്നൊരു സർപ്രൈസ് കേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്, അളിയനുണ്ട്, ചിറ്റയുണ്ട്, കൊച്ചച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് ആളറിയാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത കേക്കാണ്. അതായത് നിങ്ങൾ കണ്ടു സംഭവം എങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ട് സാധനം എങ്ങനെ കാണിച്ചു തരാം. ഞാനും അളിയനും മനുവും കൂടി ഇപ്പോൾ കേക്ക് വാങ്ങാൻ പോവാം. അപ്പം സാധനം മേടിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത്രയും സിമ്പിളായിട്ട് കേൾക്കും. ഗൈസ്, നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് പോവാണ്. വണ്ടി കയറി എവിടെയാ? മേളില്. അയ്യോ, കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ട് നേരെ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. കുറച്ച് മുകളിലാണ് വീട്. ഒരു ഓടിട്ട വീടാണോ ചോദിച്ചേ? കണ്ട വീട് കിട്ടിയാ? ഗൈസ്, അളിയൻ ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കൊണ്ടുവന്നതാണ്. പാലയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് മലയും കുന്നും കയറി. ഇങ്ങനല്ലേ ഇറക്കത്തിലൊക്കെ നമ്മള് പാലക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാടാം. നമ്മള് കുറെ നിൽക്കില്ല. ഇങ്ങനെ ഇരുന്ന് നോക്കി. കുണ്ടിയുടെ വെയിറ്റ് പുറകോട്ടും ബാലൻസ് ചെയ്യും, ബോഡി വെയിറ്റ് പുറകോട്ടും ബാലൻസ് ചെയ്യും. നമ്മൾ ഇങ്ങനെ നിൽക്കും. അതെ, നൈസ്. യെസ്, നൈസോ ഇരിക്കാൻ പറ്റില്ല. കേക്ക് കിട്ടി ഗൈസ്. സ്പെഷ്യൽ ജാക്ക് ഡാനിയൽസ് ഒക്കെ വെച്ച് സെറ്റാക്കി കേക്കാണ്. അല്ല പിന്നെ ഇതൊരു സർപ്രൈസ് ആയിരിക്കണം. ഞെട്ടണം ഈ കേക്ക്. ഇവിടെ തെന്നി വീണ വരൂ. ഈ അളിയനെ നോക്ക്, പാവം, അത് തെന്നി വീഴാതെ. അളിയനൊക്കെ എത്ര മതിലടി ശീലമുള്ളതാ. പിന്നെ തെന്നി വീഴല് ഈ അച്ഛൻ അറിയാത്ത രഹസ്യമാണല്ലോ അല്ലേ? ബ്ലോഗിൽ ഇടല്ലേ? ഇല്ല. പണ്ട് അളിയൻ മതിലടി യൂസ് ചെയ്ത് കിട്ടിയെന്ന് തോന്നേട്ടോ, എനിക്കറിയത്തില്ല. ശരിക്കും വിളിച്ചു. എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയത് സംശയമുണ്ട്, പക്ഷെ നോക്കണം. അച്ഛമ്മ ഇത് കണ്ടിട്ടൊന്നും പറയില്ല കേട്ടോ. അല്ലേ, മ്യൂസിക് കോളേജ് മതിലടി അതൊക്കെ പറ്റിപ്പോയതാണ്. പണ്ടത്തെ പ്രായമല്ലേ, ആ ഒരു പ്രായത്തിൽ പറ്റി. അന്ന് എന്റെ നാട്ടുകാർ വട്ടം പിടിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, കണ്ടില്ല. മരത്തിൽ കെട്ടിട്ടത് അതൊന്നും പറഞ്ഞിട്ടില്ല. നേരെ വീട്ടിച്ചുണ്ട്. 5 കിലോ 10 കിലോ ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ കേക്ക് കേക്ക് നോക്ക് ഇങ്ങോട്ട്. ഇതെന്നാ തീ സാധനല്ലേ? പിന്നെ പിടിച്ചോ. ഞാൻ ഒരുങ്ങി. അത് പറഞ്ഞു. പിന്നെ കേക്ക് കണ്ടേ? കേക്കിന്റെ ഡിസൈൻ കണ്ട? എന്നാ സാധനം എന്നാ നോക്കുന്നത്? ജാക്ക് ഡാനിയൽസ്. ജിഡിയാ? ജിഡി അല്ല, ജെഡി. ഇല്ല, മറ്റേ കത്തിയില്ലേ? Come on, let's go. നേരത്തെ പറഞ്ഞ സർപ്രൈസ് ആയിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ
അത് ഫ്ലെക്സാ. രാമേന്ദ്രൻ മരുമോന്റെ 50-ാം പിറന്നാളാണ്, 64-ാം പിറന്നാളായിരുന്നു. രാമേന്ദ്രൻ 45 വയസ്സ്. മരുമോളുണ്ട്. ശരിയാട്ടോ അല്ലേ? തണുപ്പുണ്ടോ? എനിക്ക് വെള്ളം കഷ്ടം വേണം. ആ ഒരു കാര്യം ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ചേച്ചി വിളിച്ചേക്കണം. മാമ പയ്യെ ജാക്ക് ഡാനിയൽസ് മുറിക്കാൻ തുടങ്ങി. ചേച്ചി വിളിച്ചു കഴിക്കാൻ പറ്റുന്നതാണോ? ഞാൻ വായി എടുക്കണം. കഴിക്കാന്നാടാ, ചോക്ലേറ്റ് കഴിക്കാം അല്ലേ? ഇത് തിന്നത്തില്ല. അല്ല അങ്ങനെ നോക്കിയേ പ്ലാസ്റ്റിക് കൂട്ടായിരിക്കും. നല്ല മധുരം ഉണ്ടല്ലേ? പുന്നാരപ്പങ്ങൾക്ക് കൊടുത്ത് അതിനകത്ത് അത് ഓല പിപ്പി കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഓല വരുന്നില്ല. ഇത് ഓല കേട്ടോ ശരിക്കും. എനിക്ക് പോലെയാ. ശരിക്കും ഓലയാണ്. ആ ശരിക്കും ഓല. ആ അതെ. നീ കൊടുത്തില്ല, നീ കൊടുത്തില്ല. ആ എനിക്കതില്ല. ഇത് മാമന് ബർത്ത്ഡേ ഒന്ന് വീശാ. ഞാൻ തമാശ പറയട്ടെ, ഇതെന്തിനാണെന്നറിയോ? ഫ്രണ്ട് വെച്ച് ജാക്ക് ഡാനിയൽസ് വീശാൻ. ഇത് ജാക്ക് ഡാനിയൽസ് വീശാൻ. പവർ ഇട്ട് വെറുതെ. ആണോ? അങ്ങനെ ഈ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. പാറമ്മയും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പാറു. കുടിച്ചിൽ കൊടുക്കുക. അല്ല ഇപ്പൊ ക്ലാസ് അല്ലായിരിക്കും. പിന്നെ വല്യോ വലിയ 100 പ്രാവശ്യം എല്ലാം അറിയാം എവിടെ ചവിട്ടിയാൽ ഇവിടെ എത്തുമെന്ന്. ഞാനൊരു 100 വട്ടാറുണ്ട് മാങ്ങാപ്പഴായി ഒഴിവാക്കണ്ട ചടി വാങ്ങണേ. ഇന്ന് തീർന്നു. ഇന്നൊന്നും കിട്ടിയില്ല. ഇന്ന് മാങ്ങ കിട്ടിയില്ലേ? കാലത്തെ കണ്ട് രണ്ടൊന്നും കിട്ടിയോ? ഒറ്റ തൊഴി കഴിക്കാൻ മേലായിരുന്നു വലിയ തീർന്നു. പിന്നെ മാവിനോട് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. മാവേ വേണ്ട. മാവ് ആനയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുവല്ലേ? പിള്ളേരുണ്ടാവുമല്ലോ. അടുത്ത പ്രാവശ്യം മാങ്ങ മാനിക്കാക്കുരുള്ള മാങ്ങ വലിയ താഴെ നെടി രാജി ഇതേ മാനിക്കാവള. അയ്യോ ഇപ്പോഴേണ്ടല്ലോ. അല്ലെ അത് ഊരിയെടുക്കാടി അച്ഛോ. അത് ഊരിയെടുത്തോ. ആ ഊരിയെടുക്കാം. അന്ന് കൈ പിടിച്ച കെട്ടിരിക്കാൻ പാടില്ലേ? കോൺഫിഡൻസ് ഗൈസ് നമ്മളെല്ലാം അയ്യമ്പാറ പോയിട്ട് വരാം. അതെ. ഡ്രൈവർ സുട്ടമോൻ. തിരിയോടാ. ഗൈസ് നമ്മൾ അയ്യമ്പാറ എത്തി ഗൈസ്. ആദ്യമായിട്ട് അയ്യമ്പാറ കാണുന്ന പിള്ളേരുടെ ആഹ്ലാദം. ഇതാണ് നമ്മുടെ അയ്യമ്പാറ ഗൈസ്.
അളിയ വേദനിയേ എളിയ എളിയ എങ്ങനെയുണ്ടല്ലേ പീസ്ഫുൾ സ്ഥലമല്ലേ? പൊളി സ്ഥലം, ചുമ്മാ എങ്ങനെ എന്തെങ്കിലും വർത്താനം പറയണൊക്കെ വന്ന്. പൊളി സ്ഥലം. ഇവിടെ നമുക്ക് ഈരാറ്റുപേട്ട മൊത്തം കാണാം. താഴെ സ്ഥലം ഇവിടെ കാറ്റൊക്കെ കൊണ്ടുവിട്ടിരിക്കാം. നല്ല ഗോൾഡൻ അവർ ഇപ്പം അടി കിടു. ഇതങ്ങനെ കിടക്കുന്ന. ഓ ഇത് താഴെ അമ്പല, അത് ശരി. അതാണ് അമ്പലത്തിന്റെ ആ ബോർഡ് വെച്ചേക്കണേ. ഇതാണ് അയ്യമ്പാറ. അയ്യമ്പാറയിലോട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് ഈരാറ്റുപേട്ട വഴി ഇങ്ങോട്ട് വരേണ്ടതാണ്. കിടില സ്ഥലമാണ്. തവള നടക്കുന്ന പോലെ നടക്കാതെ എന്തൊക്കെ കഷ്ടപ്പാടാ. ഔട്ട് കൊള്ളാം. ഓ ഇച്ചിരി നേരെ എടുക്കണേ. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ. അപ്പൊ അവര് കയറി വരും. ഓടിവാ ഓടി വാടാ ഒന്ന് ഓടിവാ. നെട്ടം പോത് വേം ഫോട്ടോ എടുക്കാണല്ലോ. വേം വാ. പഠിച്ചിട്ട് കിടക്കണം. ഗൈസ് ഇതാണ് ഹാപ്പിനെസ്. എല്ലാരും കൂടെ ഇങ്ങനെ അങ്ങ് കിടക്കും. 100 തൊട്ട് 1 വയസ്സ് വരെയുള്ള ആൾക്കാരും 100 ആർക്കാണ് 100 വയസ്സ്? വെല്ലു 100 വയസ്സാന്നൊക്കെ. 100 വയസ്സാണ് വെല്ലുവിന്. എനിക്ക് 78 വയസ്സ്. ചുമ്മാ വെറും 87 വയസ്സ് മാത്രം. 1 മാസം കുറയില്ല കേട്ടോ. മനു ഇതാണ് ഹാപ്പിനെസ്. മനു മമ്മൂട്ടി, മമ്മൂട്ടിയോ? വെല്ലു മമ്മൂട്ടി ഒരുമിച്ച് പഠിച്ചതാ. വെല്ലു മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരുമിച്ച് പഠിച്ച. ഓക്കെ. വെല്ലു ഇപ്പൊ കഴിക്കാൻ പറ്റിയ ഫുഡ് ഏതൊക്കെയാണെന്ന് അറിയാം? ബ്രെഡൊക്കെ. ഒരു 5 മണിയാകുമ്പോ നടത്താമല്ലോ. ഒരു സ്നേഹനിദ്രയെഴുതാ. മൊത്തം പ്രാണി. ഇത്ര ഫാൻസ് ഒന്നും ഇവിടുത്തെ ഫാഷൻ നോക്കി. കനവറിയാതേതോ നിലാവു പോലെ ഇതുവരെ വന്നിടാത്തൊരു ചൂട് പിടിച്ച് വെക്ക്. പ്രാണി വാങ്ങി വേറെ പാട്ടോ എല്ലാവർക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം വണ്ടർഫുൾ ഡേ. അടിച്ചു പൊളിച്ചു. ഗുഡ് ടൈം. അപ്പം ഇപ്പം സമയം എത്ര? 7:30 കണ്ടായി. അപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ വ്ളോഗ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് വരുന്നതാണ്. സോ ബൈ ബൈ.